ബി.ജെ.പി. ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം എന്ന് തന്നെ പറയാം, ഇന്ത്യൻ രാഷ്ട്രീയം വെറും മലീമസമായ വാക്കുകൾ കൊണ്ട് നിറയുകയാണ്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ കഴിയാത്ത നേതാക്കന്മാരാണ് ബി.ജെ.പിയിൽ മിക്കതും ഉള്ളത്. അഹങ്കാരമല്ലാതെ പറയുകയില്ല. ഒരാൾക്കും മറ്റുള്ളവരോട് ബഹുമാനം നൽകാൻ കഴിയുന്നില്ല. സമൂഹത്തിന് ഇവർ നൽകുന്ന സന്ദേശം വലിയ അപകടം നിറഞ്ഞതാണ്. പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയതിന് പുറമെ മറ്റൊരു ബി.ജെ.പി. അധ്യക്ഷൻ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ അമ്മയെ അപമാനിച്ചിരിക്കുന്നു. കേരള മുഖ്യമന്ത്രിക്ക് അന്ത്യശാസനം നൽകുന്ന ഒരു കേരളത്തിലെ ബി.ജെ.പി. നേതാവിനെ നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിയെ മാത്രമല്ല, പാണക്കാട് തറവാടിനെയും എല്ലാം അധിക്ഷേപിച്ചാൽ കിട്ടുന്ന 10 കയ്യടിക്ക് വേണ്ടി നാടിനെ മലീമസമാക്കുകയാണ് ഈ വിഷജന്മങ്ങൾ. അതിന് സമാനമാണ് തമിഴ്നാട്ടിലെ ബി.ജെ.പി. അധ്യക്ഷനും ചെയ്തിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ അമ്മയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ ബി.ജെ.പി. അധ്യക്ഷൻ നൈനാൻ നാഗേന്ദ്രനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് നടക്കുന്നത്. നിയമസഭയിൽ എം.കെ. സ്റ്റാലിനെ കുറിച്ച് വിജയ് നടത്തിയ ഒരു അപ്പ എന്ന പരാമർശത്തിനുള്ള മറുപടിയിലാണ് ഇത് കിട്ടിയ ചാൻസ് എന്നുള്ള നിലയിൽ വിജയുടെ അമ്മയെ തന്നെ വലിച്ചിഴച്ച് നൈനാൻ വ്യക്തി അധിക്ഷേപം നടത്തിയത്. ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസായ കമലാലയത്തിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു ബി.ജെ.പി. അധ്യക്ഷന്റെ ഈ വൃത്തികെട്ട വാക്കുകൾ ഇങ്ങനെ ധാരയായി ഒഴുകി വന്നത്. വീട്ടിൽ അച്ഛനെ തിരഞ്ഞിട്ട് കാണാത്തവർ അച്ഛൻ ആരാണെന്നറിയാൻ വീട്ടിലെ അമ്മയോട് തന്നെ ചോദിക്കണം എന്നായിരുന്നു ഈ ബി.ജെ.പി. അധ്യക്ഷന്റെ ഈ അധിക്ഷേപ വാക്കുകൾ. ഇത് വിജയ്ക്കെതിരെയും അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കെതിരെയും നടത്തിയ ഈ അധിക്ഷേപ പരാമർശത്തിൽ തമിഴകം ഒന്നടങ്കം ഇളകിമറിഞ്ഞു. ഒരമ്മ മനസ്സിനെ ഇത്രയും വേദനിപ്പിച്ച ബി.ജെ.പി. അധ്യക്ഷനെതിരെ തമിഴകം ഇളകുന്നത് ഈ രാജ്യം കാണുകയാണ്. ഏറ്റവും സംസ്കാരശൂന്യൻ എന്ന് തെളിയിച്ച ഒരാളെയാണ് തമിഴ്നാട്ടിൽ ബി.ജെ.പി. അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു 4 കോടിയോളം രൂപയുടെ കള്ളപ്പണം പിടിച്ചതടക്കം അനേക സാമൂഹ്യദ്രോഹം ചെയ്ത വ്യക്തി കൂടിയാണ് ഈ നൈനാൻ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ബി.ജെ.പി. അധ്യക്ഷൻ. നൈനാൻ നാഗേന്ദ്രന്റെ പരാമർശത്തിനെതിരെ മുൻ ബി.ജെ.പി. അധ്യക്ഷൻ അണ്ണാമലൈ വരെ രംഗത്തെത്തി അതിശക്തമായി പ്രതികരിച്ചു. നാഗേന്ദ്രൻ രാഷ്ട്രീയ മാന്യതയുടെ അതിരുകളെല്ലാം ലംഘിച്ചുവെന്നാണ് അണ്ണാമലൈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തമിഴകത്തെ എല്ലാ പാർട്ടിയിൽ നിന്നും എല്ലാ സാംസ്കാരിക സംഘടനകളിൽ നിന്നും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ബന്ധങ്ങൾക്ക് വലിയ വില നൽകി വരുന്ന തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇപ്പോൾ ഇത് ആ മേഖലയെ അശ്ലീലമാക്കുന്ന പ്രസംഗങ്ങൾ തുടർച്ചയായി വരുന്നത് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്നാണ്. അല്ലെങ്കിൽ ബി.ജെ.പി. പറയുന്ന ചിലതൊക്കെ മറുപടി നൽകുമ്പോഴാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി മുറവിളി കൂട്ടുന്ന ഈ തട്ടിപ്പുകാർ പകലെന്നോ രാത്രിയെന്നോ നോക്കാതെ സ്ത്രീകളെ തെരുവിലേക്ക് വലിച്ചെറിയുന്നതൊക്കെ ചെയ്യുന്നത് ഈ ബി.ജെ.പി. ഭരണത്തിൽ മാത്രം നമ്മൾ കണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസം മുഹുവ മൊയ്ത്ര എം.പിയെ രാത്രി 10 മണിക്കാണ് ഇറക്കിവിടാൻ നോക്കിയത് ബി.ജെ.പിയുടെ നിർദ്ദേശപ്രകാരം. അങ്ങനെ ബി.ജെ.പി. എന്ന ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ അമ്മയെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ നേതൃത്വവും കൊണ്ടു നടക്കേണ്ടുന്ന രാഷ്ട്രീയ മാന്യതയുടെ അതിരുകളെല്ലാം ലംഘിച്ചു എന്ന് തന്നെ പറയാം. അങ്ങേയറ്റം ഖേദകരമായ ഒരു സംഭവം തന്നെയാണ്. രാഷ്ട്രീയത്തിലുള്ളവർ, ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ അവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഉത്തരവാദികളായിരിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് നയങ്ങളെ വിമർശിക്കുകയും ചെയ്യാം, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യാം. എന്നാൽ ഒരാളുടെ അമ്മയെ, കുടുംബത്തെയൊക്കെ, പ്രത്യേകിച്ച് അവരുടെ അമ്മയെ അപമാനിക്കുന്ന രീതി തെറ്റാണെന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായി തമിഴകം നൈനാൻ നാഗേന്ദ്രനെതിരെ തിളച്ചുമറിയുന്ന കാഴ്ചയാണ് കാണുന്നത്.